ആവേശം അലയടിക്കുന്നതിനിടെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ വലം വെച്ച് പാറമേക്കാവ് വിഭാഗം തെക്കേ നടയ്ക്ക് അഭിമുഖമായി അണിനിരന്നു. അതിനിടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ 15 ഗജവീരന്മാർ തെക്കോട്ടേക്കിറങ്ങി. വർണ്ണപൂരമായി തേക്കിൻകാട് മൈതാനം. ആവേശം വാനോളമുയർത്തി കുടമാറ്റം. പല നിലകളിലുള്ള കുടകളും ബഹുവർണ്ണ കുടകളും ദേവരൂപങ്ങളിലുള്ള കുടകളും മാറി മാറി ഉയർത്തി ഇരുവിഭാഗവും. പ്രസാദ് ഉടുമ്പശ്ശേരി പൂരനഗരിയിൽ നിന്നും വിശേഷങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, ഇന്നലെ പൂരം വിളംബരം ചെയ്തതു മുതൽ അല്ലെങ്കിൽ കൊടിക്കൂറ ഉയർന്നതു മുതലുള്ള ആവേശം ഓരോ നിമിഷവും അതിങ്ങനെ ഉയർന്നുയർന്ന് എല്ലാ പൂരപ്രേമികളും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ചത്. വിസ്മയം തീർത്ത കുടമാറ്റം അത് പൂരപ്രേമികളുടെ മനസ്സും കണ്ണുമൊക്കെ ഒരുപോലെ നിറച്ചിരിക്കുകയാണ്. ഇനിയും തീർന്നിട്ടില്ല പൂരാവേശവും പൂരവിശേഷങ്ങളും പൂരക്കാഴ്ചകളും ഒന്നും. ഇനിയും വിസ്മയമാർന്ന വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ് അല്ലേ പ്രസാദ്? തീർച്ചയായും ഭവ്യ പറഞ്ഞതുപോലെ തന്നെയാണ്. പൂരത്തിന്റെ ആവേശം ഈ നഗരിയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന കുടമാറ്റം, വർണ്ണവിസ്മയം തീർത്തുള്ള ആ കുടമാറ്റം കാണാൻ തന്നെയായിരുന്നു ആളുകൾ അവിടെ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ ആളുകൾ തടിച്ചുകൂടി നിന്നിരുന്നത്. എന്തായാലും ഇതിലെ ഓരോ ചടങ്ങുകളും രാവിലെ തുടങ്ങിയിട്ടുള്ള ഘടകപൂരങ്ങളുടെ വരവും അതോടൊപ്പം തന്നെ മടത്തിൽ വരവ് പഞ്ചവാദ്യമാണെങ്കിലും പിന്നീടുള്ള എല്ലാ മേളങ്ങൾക്കും അത്രയേറെ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. കുടമാറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50ഓളം കുടകളാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഇരുവിഭാഗവും പൂരപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഒടുവിൽ സസ്പെൻസ് കുടകളും തിരുവമ്പാടി മെസ്സിയുടെ കഴിഞ്ഞ ലോകകപ്പിൽ തപ്പിയുയർത്തി നിൽക്കുന്ന മെസ്സിയുടെ കുട കൂടി ഉയർത്തിയോടുകൂടി അതിന്റെ ആവേശവും പൂരപ്രേമികൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് കുടമാറ്റം അവസാനിപ്പിച്ചത്. പാറമേക്കാവും ഒട്ടും പുറകിലായിരുന്നില്ല, മത്സരിച്ച് തന്നെയായിരുന്നു കുടകൾ അവർ ഓരോ കാഴ്ചകൾ അനുഭവിച്ചു തന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഇനി വരുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ്. നമ്മളിപ്പോൾ സ്വരാജ് റൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് സ്വരാജ് റൗണ്ട് നിറയെ ആളുകളാണ്. ഇനി ഈ ഒരു പുലർച്ചെയാണ് വെടിക്കെട്ടെങ്കിൽ പോലും അവർക്ക് ഒരു നല്ല രീതിയിൽ എവിടെ നിന്ന് കാണാൻ കഴിയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മികച്ച ഇരിപ്പിടങ്ങൾ തേടിയുള്ള യാത്രകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പൂരക്കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ എല്ലാ കാലവും മുൻകാലങ്ങളെക്കാൾ അതായത് ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രാവിലെ മുതലുള്ള കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് മുതൽ നമുക്കത് കാണാൻ കഴിയുമായിരുന്നു. പൂരത്തിലെ ഓരോ ചടങ്ങുകളിലും അത്രയേറെ ജനത്തിരക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തത്. കുടമാറ്റത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ട് മാത്രം അവസാനിക്കുന്നില്ല. നാളത്തെ പകൽപൂരവും കണ്ടേ ആളുകൾ മടങ്ങും. സാധാരണഗതിയിൽ പകൽപൂരത്തിന് തൃശ്ശൂർക്കാരുടെ ഉത്സവം എന്നാണ് പകൽപൂരത്തിന് പറയുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ പകൽപൂരവും കാണാൻ വരുന്ന ആളുകൾ പകൽപൂരവും കണ്ടേ മടങ്ങൂ എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ആവേശം ഇവിടെ എല്ലാം അലയടിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. മനസ്സും കണ്ണും ഒരുപോലെ നിറച്ചുകൊണ്ടുള്ള വർണ്ണക്കാഴ്ചകൾ, അത് പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കുടമാറ്റം പര്യവസാനിച്ചെങ്കിൽ പോലും ഇനിയും വർണ്ണക്കാഴ്ചകൾ ഒരുക്കാൻ വെടിക്കെട്ട് ബാക്കിയാണ്. ഇനി ആ വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ് ജനസാഗരത്തിന്റെ തേക്കിൻകാട് മൈതാനി.
വർഷങ്ങൾക്ക് ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിയപ്പോൾ പൂരനഗരിയിലെ ആവേശം വാനോളമായി. ആരാധകർ ഏറെയുള്ള രാമനെ കാണാൻ പതിനായിരങ്ങളാണ് കാത്തുനിന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. 2019 ശേഷം ആദ്യമായാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരച്ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നെയ്തലക്കാവിൽ നിന്നും രാമൻ ഇറങ്ങിയതു മുതൽ ആവേശത്തോടെ ആരാധകരും ഒപ്പം കൂടി. 2005 ശേഷം രാമൻ ഘടകപൂരത്തിന് എഴുന്നള്ളിയ ആദ്യ പൂരവും ഇതുതന്നെ. സ്വരാജ് റൗണ്ടിലെത്തിയപ്പോൾ രാമന്റെ ആരാധകർ ആർപ്പുവിളികൾ ഉയർത്തി ഗംഭീര വരവേൽപ്പ് നൽകി. പൂരത്തിനൊപ്പം എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൂടി പൂരത്തിന് വന്നപ്പോൾ വളരെ തിരക്കായി. രാമന്റെ ആരാധകൻ കൂടിയാണോ? തീർച്ചയായും. തൊട്ടടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളൊക്കെ രാമന്റെ ആരാധകരാണോ? എവിടെ? കോട്ടയത്ത്. വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി രാമൻ മടങ്ങിയപ്പോഴും പൂരനഗരിയുടെ ആവേശം രാമനായിരുന്നു. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 തൃശൂർ. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ലഹരി മാഫിയെ പിടിമുറുക്കുന്നത് സിനിമ മുതൽ സ്കൂൾ വരെ. തലസ്ഥാനത്തെ വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ വിറങ്ങലിച്ച് കേരളം. നിയമത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത നീരാളിക്കൈകൾ. നടപടിയെടുക്കേണ്ടത് ആര്? ന്യൂസ് 18 അന്വേഷിക്കുന്നു. ഇനി എത്ര ഇരകൾ? തിങ്കളാഴ്ച മുതൽ. കൂട്ടം ഗജവീരന്മാർ മുഖാമുഖം നിൽക്കുന്നു. വർണ്ണക്കുടകൾ അതിനുമീതെ ഉയർന്നു പൊങ്ങുന്നു. എത്ര സുന്ദരമാണ്! ജനസാഗരത്തിൻ്റെ ആർപ്പുവിളികൾക്ക് നടുവിൽ കുടമാറ്റം. ഓരോ കുടകൾ ഉയർന്നു പൊങ്ങുമ്പോഴും അതിൻ്റെ നിറം, ഭംഗി, അതിലടയാളപ്പെടുത്തുന്ന പുതുമ, ഇതൊക്കെയും ഏറ്റുവാങ്ങുകയാണ് ആരവങ്ങളിലൂടെ ജനസാഗരം. അടുത്ത കുട ഉയർന്നു പൊങ്ങുന്നു. പുതുമയുള്ള നിറങ്ങളെന്ന് പോലും തോന്നിപ്പിക്കുന്നു. തെക്കോട്ടിറക്കം കഴിഞ്ഞ് കുടമാറ്റം കാണാൻ ജനസഹസ്രങ്ങൾ അണിനിരന്ന് നിൽക്കുന്നു. ഒന്ന് പൂഴി വാരി മുകളിലേക്കിട്ടാൽ താഴെ വീഴാത്തത്ര വിധം തിരക്കാണവിടെ. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് താളമിടുന്നു. ഓരോ കുടകൾ വന്നു പോകുമ്പോഴും ഉയർത്തിക്കാട്ടുമ്പോഴും ആരവത്തിൻ്റെ അങ്ങേയറ്റത്ത് ആഘോഷം
ഉറക്കെ പറയുന്നു ഈ ജനക്കൂട്ടം എത്ര പേരാണ് തൃശ്ശൂരിൻ്റെ ഉത്സവത്തിനൊപ്പം ഒരുമിച്ച് ചേരുന്നത്. വർണ്ണവിസ്മയമാണിത്. കുടമാറ്റം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണിത്. തൃശ്ശൂർ പൂരത്തിന് നടുവിലേക്ക് ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങൾക്ക് നടുവിൽ നിരന്നു നിൽക്കുന്ന ഗജവീരന്മാർ, അവർക്ക് മുകളിൽ കുടകൾ ഓരോന്നായി ഉയർന്നു പൊങ്ങുന്നു. ജനസഹസ്രങ്ങൾ കൈകൾ ഉയർത്തി ഉറക്കെ വരവേറ്റ് ഇതൊരു മഹാപൂരമായി മാറുകയാണ്. പൂരങ്ങളുടെ പൂരം ഇതാണ്. ആരാണ് അങ്ങോട്ടേക്കൊന്ന് നോക്കിയാൽ കണ്ണെടുക്കാനാവാത്ത വിധം സുന്ദരമായ നിമിഷങ്ങൾ, മനോഹരമായ നിമിഷങ്ങൾ. ഒരു വശത്ത് മേളപ്പെരുക്കം, ആർപ്പുവിളികൾ, ആരോഗ്യകരമായ മത്സരമെന്ന് പറയാതെ വയ്യ. കുടകൾ ഓരോന്നായി ഉയർന്നു പൊങ്ങുകയാണ്. അടുത്തത് ഇത്ര സുന്ദരമാണ്. പാറമേക്കാവും തിരുവമ്പാടിയും കുടകൾ ഓരോന്നായി ഉയർത്തുന്നു. ഒത്ത മധ്യത്ത് കണിക്കൊന്ന പൂത്തു നിൽക്കും പോലെ ഒരു വർണ്ണക്കുട, മറുവശത്ത് മറ്റൊന്ന്. ഒന്നുയർത്തുമ്പോൾ അതിനേക്കാൾ മികച്ചത് ഇതാണെന്നുറക്കെ പറയുന്നു മറുവിഭാഗം. അപ്പോഴേക്കും അപ്പുറത്ത് അതിലേറെ സുന്ദരമായ മറ്റൊന്നുയർന്നു വരുന്നു. പാറമേക്കാവിലമ്മയുമായി ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി ഭഗവതിയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരനും തിടമ്പേറ്റുന്നു. ഇരു ഭഗവതിമാരും മുഖാമുഖം നോക്കി നിൽക്കുമ്പോൾ ഇരുവശത്തെയും ആനച്ചന്തം നോക്കിക്കാണാൻ ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നു. അതിനേറെ മാറ്റുകൂട്ടാൻ വർണ്ണക്കുടകൾ. അടുത്തത് എത്ര സുന്ദരം! ശ്വേത, ഇന്ന് 7 മണിക്ക് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് റെഡിയല്ലേ? ഇന്നത്തെ വിഷയം മൊബൈൽ ഫോണും കുട്ടികളും. ഇവ റെഡിയാണല്ലോ, പിന്നെ എന്താ നീ പേടിക്കണേ? രാഹുൽജി, സബ്ജക്ട്സ് അറിയാലോ അല്ലേ? മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ. സർ, ചാനലിൽ നിന്ന് വണ്ടി അയക്കണോ? വേണ്ടല്ലോ, റെഡിയല്ലേ സർ? പൂരനഗരിയിൽ നിറങ്ങളുടെ വൈവിധ്യം ചാലിച്ച് കുടമാറ്റം നടക്കുന്നു. പൂരത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ സമയമാണിത്. പാറമേക്കാവും തിരുവമ്പാടിയും മുഖാമുഖം നിന്ന് വർണ്ണവൈവിധ്യങ്ങൾ കുടകളാക്കി ഉയർത്തിക്കാട്ടി ഈ ആഘോഷത്തിന് കൂടുതൽ നിറം പകരുകയാണ്. മഴയില്ലെങ്കിലും വെയിലില്ലെങ്കിലും കുട ചൂടുന്ന സായാഹ്നമാണിത്. എത്ര സുന്ദര നിമിഷങ്ങളാണ്. ആനകളങ്ങനെ നിരന്നു നിൽക്കുന്നു, വെഞ്ചാമരം വീശുന്നു, കുടകൾ ഓരോന്നായി മാറ്റി മാറ്റി ഉയർത്തിക്കാട്ടുന്നു. അതൊരു സന്ദേശമാണ്. പൂരനഗരിയിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്രയോ പേരാണ് ഒഴുകിയെത്തുന്നത്. പുരുഷാരമെന്നൊക്കെ മുൻപ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എത്ര പേരാണ് അവിടേക്ക് ഒഴുകിയെത്തി
ഈ പൂര നിമിഷങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത്. നിറവൈവിധ്യങ്ങൾ നിരന്നു നിൽക്കുന്നു. തലയെടുപ്പോടെ ഗജവീരന്മാർ, അതിനു മുകളിൽ കുടകൾ ഓരോന്നായി നിവർന്നു തുടങ്ങുന്നു. അതങ്ങനെ തുടരുന്നു. ഈ സായാഹ്നം അത്രമേൽ സുന്ദരമാണ്. അത് തൃശ്ശൂരുകാർക്ക് മാത്രമല്ല, ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടിരിക്കുന്ന മുഴുവൻ മലയാളികൾക്കും, പൂരത്തെ ഇഷ്ടപ്പെടുന്ന രാജ്യത്തെവിടെയുമുള്ളവർക്ക് ഇതൊരു ജീവിതത്തിലെ അഭിലാഷ സായാഹ്നമാണ്. അത്രമേൽ സുന്ദരം. കുടമാറ്റം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പലരും. ഈ സായാഹ്നം ഇരുട്ടിത്തുടങ്ങുമ്പോഴേക്കും LED വെച്ച് പിടിപ്പിച്ച കുടകൾ ഉയർന്നു തുടങ്ങും. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇരുവിഭാഗങ്ങളും കരുതി വച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഓരോ കുടകൾ ഉയരുമ്പോഴും ആർത്തിരമ്പുകയാണ് ജനക്കൂട്ടം. ഗജവീരന്മാർ മുഖാമുഖം നിൽക്കുന്നു. വർണ്ണക്കുടകൾ അതിനു മീതെ ഉയർന്നു പൊങ്ങുന്നു. എത്ര സുന്ദരമാണ്. ജനസാഗരത്തിൻ്റെ ആർപ്പുവിളികൾക്ക് നടുവിൽ കുടമാറ്റം. ഓരോ കുടകൾ ഉയർന്നു പൊങ്ങുമ്പോഴും അതിൻ്റെ നിറം, ഭംഗി, അതിലടയാളപ്പെടുത്തുന്ന പുതുമ, ഇതൊക്കെയും ഏറ്റുവാങ്ങുകയാണ് ആരവങ്ങളിലൂടെ ജനസാഗരം. അടുത്ത കുട ഉയർന്നു പൊങ്ങുന്നു. പുതുമയുള്ള നിറങ്ങളെന്ന് പോലും തോന്നിപ്പിക്കുന്നു. വാർത്തകളിലേക്ക്. AI ക്യാമറ വിവാദത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് ട്രോയ്സ് കമ്പനി മേധാവിയുടെ വാർത്താക്കുറിപ്പ്. SRITയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഊരാളുങ്കൽ കൺസോർഷ്യത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ജിതേഷ് കുറിപ്പിൽ സമ്മതിക്കുന്നു. SRITക്ക് ബിഡിംഗിൽ പങ്കെടുക്കാൻ ഉപകരണ നിർമ്മാതാക്കളുടെ പിന്തുണ കത്ത് നൽകിയെന്നും ട്രോയ്സ് ഇൻഫാടെക് MD ടി ജിതേഷ് പറയുന്നു. ഉപകരാർ ലഭിച്ച കമ്പനികൾ തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ട്രോയ്സ് MDയുടെ വിശദീകരണക്കുറിപ്പ്. SRITയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഊരാളുങ്കൽ ടെക്നോളജി സൊല്യൂഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഊരാളുങ്കൽ SRIT കൺസോർഷ്യത്തിന്റെ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ജിതേഷ് ഇതിൽ സമ്മതിക്കുന്നു. ഇവയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷമാണ് 2018 ട്രോയ്സ് ഇൻഫോടെക് ആരംഭിച്ചതെന്നാണ് വിശദീകരണം. AI ക്യാമറ പദ്ധതിയുമായി SRIT സഹകരിച്ചു. SRITക്ക് ബിഡിംഗിൽ പങ്കെടുക്കാൻ ഉപകരണ നിർമ്മാതാക്കളുടെ പിന്തുണ കത്ത് നൽകി. ഇതിൽ തെറ്റില്ല എന്നാണ് ട്രോയ്സ് വാദിക്കുന്നത്. അല്ലാതെ വിവാദവുമായി യാതൊരു ബന്ധമില്ല എന്നും കമ്പനിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തരുതെന്നും ജിതേഷ് കുറിപ്പിൽ അഭ്യർത്ഥിക്കുന്നു. SRIT ആദ്യം പറഞ്ഞത് ടെൻഡറിൽ പങ്കെടുക്കും മുൻപ് തന്നെ ട്രോയ്സിനെയും പ്രസാദിയോയെയും പ്രോജക്റ്റ് പാർട്ണറാക്കിയെന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി ടെൻഡർ കിട്ടിയതറിഞ്ഞ് രണ്ട് കമ്പനികളും തങ്ങളെ സമീപിക്കുകയായിരുന്നു എന്ന് SRIT പറഞ്ഞു. ഇപ്പോഴത്തെ ട്രോയ്സിന്റെ വിശദീകരണ പ്രകാരം SRIT അവരെ സമീപിച്ചു എന്നാണ്. ജിതേഷിന് സർക്കാരിൽ M ശിവശങ്കറിനേക്കാൾ ബന്ധമുണ്ടെന്ന് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. AI ക്യാമറ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പറിയാതെ ഉപകരാർ നൽകിയത് ചട്ടവിരുദ്ധം. കെൽട്രോൺ ഉപകരാറുകൾ ഗതാഗത വകുപ്പിനെ അറിയിക്കാത്തത് ചട്ടവിരുദ്ധമെന്ന രേഖകൾ. ഉപകരാർ നൽകുന്നത് എങ്ങനെ വേണമെന്ന് ധനവകുപ്പ് നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന് വിരുദ്ധമായാണ് SRITക്ക് കെൽട്രോൺ കരാർ നൽകിയത്. കെൽട്രോൺ ഉപകരാർ SRITക്ക് നൽകിയത് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കേണ്ടതില്ലെന്നായിരുന്നു വ്യവസായ മന്ത്രിയുടെയും കെൽട്രോൺ MDയുടെയും വാദം. എന്നാൽ ഇത് തെറ്റെന്ന് ധനവകുപ്പ് രേഖകൾ വ്യക്തമാക്കുന്നു. 2018 ധനവകുപ്പ് ഉത്തരവ് പ്രകാരം ഉപകരാർ നൽകുന്ന മൂന്നാം കക്ഷിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് സുതാര്യമായ ബിഡിംഗ് വഴിയായിരിക്കണം. ഈ ബിഡിംഗ് നടപടികൾ ബന്ധപ്പെട്ട വകുപ്പിനും ലഭ്യമാക്കണം. PMC ആയിട്ടാണ് അക്രഡിറ്റഡ് ഏജൻസി പ്രവർത്തിക്കുന്നതെങ്കിൽ മൂന്നാം കക്ഷിയെ തെരഞ്ഞെടുക്കുന്നതിൽ അന്തിമ തീരുമാനം ബന്ധപ്പെട്ട വകുപ്പാണ് എടുക്കേണ്ടത്. മൂന്നാം കക്ഷിക്ക് പണം നൽകുന്നത് വകുപ്പ് നേരിട്ടായിരിക്കണമെന്നും ധനവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. ഈ നിബന്ധനകൾ കെൽട്രോൺ SRIT ഉപകരാറിൽ പാലിക്കപ്പെട്ടില്ല. ഒരേ സമയം കൺസൾട്ടന്റായും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിയായും പ്രവർത്തിക്കാൻ പാടില്ലെന്നും നിയമത്തിലുണ്ട്. ഇതും പാലിച്ചിട്ടില്ല. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന്റെ അന്വേഷണത്തിൽ ഈ നിയമലംഘനങ്ങൾ പരിഗണിക്കപ്പെട്ടേക്കാം.
ന്യൂസ് 18 തിരുവനന്തപുരം. NCERT സിലബസ് വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിച്ച മന്ത്രി വി ശിവൻകുട്ടി. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുസ്തകമാക്കി കുട്ടികളെ പഠിപ്പിക്കും. ഗുജറാത്ത് കലാപവും പരിണാമ സിദ്ധാന്തവും അക്ബറിനെ പോലുള്ള മഹാന്മാരുടെ ചരിത്രഭാഗവും പാഠഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി. മതേതരത്വം മാറ്റിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. കാര്യങ്ങൾ കുട്ടികൾ അറിയാൻ പാടില്ലെന്ന നിലപാടാണ് സിലബസ് മാറ്റിയതിന് പിന്നിലെന്നും മന്ത്രി ആരോപിച്ചു. ഗുജറാത്ത് കലാപം എങ്ങനെ എന്തിനുണ്ടായി അതറിയാൻ വേണ്ടി പാടില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പാടില്ല. ഈ നിലയിലുള്ള ഒരു രീതിയാണ് അവർ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചത് ഈ ഒഴിവാക്കപ്പെട്ട പാഠപുസ്തകം മുഴുവൻ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പാഠപുസ്തകത്തിന്റെ പിന്നെ ഒഴിവാക്കപ്പെട്ടുള്ള CD-യാണ് തരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെട്ട പാഠഭാഗങ്ങൾ പുതിയ പാഠപുസ്തകം നിർമ്മിച്ച് എങ്ങനെ ഈ കുട്ടികളെ ഏതെല്ലാം രൂപത്തിൽ എത്ര പാഠപുസ്തകം നിർമ്മിക്കണം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ച് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. വാർത്തകളിലേക്ക്. അരിക്കൊമ്പന്റെ റേഡിയോ കോളറിൽ നിന്നുള്ള ആദ്യ സിഗ്നൽ ലഭിച്ചത് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു അറിയിച്ചു. അരിക്കൊമ്പന് പരുക്കുണ്ടെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. ആഴത്തിലുള്ള മുറിവുണ്ട്. തുറന്നുവിടുന്നതിന് മുമ്പ് ചികിത്സ നൽകി. നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് സെഡേഷനാണ്. നിർത്തി ആനിമലിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ വെഹിക്കിൾ എത്തണം. ഓക്കെ, ആ ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സമയമെടുത്ത് ഇത് വരുന്ന ആ മൂവ്മെന്റ് നോക്കി ദ ഹോൾ ടീം ആക്ച്വലി പ്ലാൻ ഫോർ ദാറ്റ് വന്നിട്ട് നമ്മൾ ചെയ്തു. സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടി. ഈ സ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഫെയിലിയർ പറ്റിക്കഴിഞ്ഞാൽ ആനിമൽ വീണു പോകും. അപ്പോൾ ആ സെഡേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ടോപ്പ് അപ്പ് ചെയ്യണം. ഈ പുലർച്ചെ അങ്ങോട്ട് പോയപ്പോൾ എങ്ങനെയായിരുന്നു അവന്റെ ഒരു ടോട്ടലി റിവൈവ്ഡ് ആൻഡ് റിലീസ്ഡ്. 5 മൈക്കോഡി എന്നൊക്കെ പറയുന്നത് എന്തുവാണ് സംഭവം? ആക്ച്വലി ഒരു സെഡേറ്റ് ചെയ്തൊരു ആനിമൽ നിർത്തി നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം. ടോപ്പപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഡാറ്റിങ്ങല്ലേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് 5 മയക്കുവടിയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിനൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു, നമ്മളതിനെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്നു. അരിക്കൊമ്പന്റെ ചെറു ചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പുതിയ അന്തരീക്ഷവുമായി അരിക്കൊമ്പൻ പൊരുത്തപ്പെട്ടു എന്നാണ് ലഭിച്ച സൂചനകളെന്നും മന്ത്രി പറഞ്ഞു. ആനയെ തുറന്നുവിട്ട് എല്ലാം കഴിഞ്ഞു എന്ന മട്ടിൽ അവസാനിപ്പിക്കാനല്ല വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അരിക്കൊമ്പനെ നിരന്തരമായി നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത്യാവശ്യം വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് അവിടെ ഏർപ്പാടുകൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ പൂർണ്ണ ആരോഗ്യവാനായ അരിക്കൊമ്പൻ ആ വനവാസ മേഖലയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും നിതാന്ത ജാഗ്രത ആ കാര്യത്തിൽ വെച്ച് പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അരിക്കൊമ്പൻ ചിന്നക്കനാൽ വിട്ടതിന്റെ സങ്കടത്തിലാണ് തോമസ് ഏട്ടൻ. എന്നും രാവിലെ കണ്ടിരുന്ന അരിക്കൊമ്പനെ കാണാനാകാത്തതിന്റെ വിഷമം നിറകണ്ണുകളോടെയാണ് അദ്ദേഹം പറയുന്നത്. 2011 മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ വികലാംഗനായെങ്കിലും ആനകളോടുള്ള സ്നേഹം ഈ മനുഷ്യന് കുറയുന്നില്ല. അരിക്കൊമ്പൻ ചിന്നക്കനാലിനോട് വിട പറഞ്ഞ് തേക്കടിയിലെ കാട്ടിൽ സ്വൈരവിഹാരം തുടങ്ങിയിരിക്കുകയാണ്. ചിന്നക്കനാലിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള കാഴ്ചയായിരുന്നു അരിക്കൊമ്പന്റേത്. അരിക്കൊമ്പൻ പോയപ്പോൾ പലർക്കും വലിയ വിഷമമുണ്ടായിരുന്നു. എന്നോടൊപ്പം ഉള്ളത് നേരത്തെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയൊക്കെ ചെയ്ത തോമസ് ഏട്ടനാണ്. ഇവിടെ ചെറിയൊരു ഷെഡിലാണ് ഈ തോമസ് ഏട്ടനും കുടുംബമൊക്കെ കഴിയുന്നത്. നമുക്ക് തോമസ് ഏട്ടനോട് ചോദിക്കാം, എന്താണ് ഇപ്പോ ഒരു മനസ്സിലുള്ള ഒരു ഫീല്? അവനെ ഇവിടെ കൊണ്ടുപോയതോടുകൂടി എനിക്ക് ഭയങ്കര ക്ഷീണവും എനിക്ക് ബുദ്ധിമുട്ടും ഭയങ്കര വിഷമമുണ്ട്. അവൻ ഇവിടെ പിന്നെ നിൽക്കട്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിന്റെ സന്തോഷവും
അവനെ ഇവിടുന്ന് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് പോലും അവർ കേൾക്കാതെ വന്നിട്ട് പോലീസുകാരൊക്കെ പോയിട്ട് മയക്ക് വെടി വെച്ച് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇതുവഴി പോയ സമയത്ത് കണ്ടിരുന്നോ? കണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ തിരിച്ച് മാറിയിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവന് ഞങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. അമ്മയും കുഞ്ഞുമായിട്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. രാവിലെ കണി കാണുന്ന അതിനെയാണ്. ഇതുവഴി ഇപ്പൊ ഇന്ന് രാവിലെയും പാറപ്പുറത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ എന്റെ സ്ഥിരം ഇരിപ്പ് സ്ഥലം ഇതാണ്. എനിക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ കാഴ്ച, വലിയ നഷ്ടം. എന്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോയത് വേറെയാണ് എനിക്ക് ഞങ്ങളെ കൂട്ടുന്നത്. എനിക്ക് മനസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ട്. അവൻ ഇവിടെ തന്നെ അങ്ങ് ഈ പലരെ ആക്രമിച്ചു, പലരെയും കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതിലെന്താണ് ചേട്ടന് തോന്നുന്നത്? എനിക്ക് അങ്ങനെ അതിനോടൊന്നും യോജിപ്പില്ല. പല ആനകളും ഇവിടെ ഉണ്ട്. യവൻ തന്നെ ചെയ്യുമെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ യവൻ അങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. എന്റെ വീടുകൾ രാത്രി കാലങ്ങളിൽ ആന ഒരുപാട് സമയം തകർത്തിട്ടുണ്ട്. എന്നെ ആന കുത്തി ഞാൻ വികലാങ്ങനാണ്. എന്നിട്ട് പോലും എനിക്ക് ആനകളോട് വളരെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കിത് കൊണ്ടുപോയത് കൊണ്ട് വലിയ സങ്കടമുണ്ട്. കുറെ വണ്ടിയുടെയൊക്കെ പുറത്ത് പിന്നാലെയൊക്കെ ആയിരുന്നു ഇവനെ കൊണ്ടുപോയത്. ഒത്തിരി അകമ്പടിയോടുകൂടി കൊണ്ടുപോയി. ഒരു മനുഷ്യൻ മരിച്ചു കിടന്നാൽ പോലും ഇതിന്റെ 1% ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ല. അവനെ കൊണ്ടുപോയത് വലിയ അകമ്പടിയോടുകൂടിയാണ് കൊണ്ടുപോയത്. പോലീസ് കോട്ടേഷനും സർക്കിൾ SIയും വലിയ ഫോറസ്റ്റുകാരും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അവനൊരു വലിയ വികൃതി. ഇന്നലെ കുറെ തവണ ശ്രമിച്ചിട്ടൊക്കെ വണ്ടിയിൽ കയറിയിരുന്നു. അതെ, ഞങ്ങളുടെ ഇവിടെ ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അവന്റെ കഷ്ടപ്പാടും അവന്റെ സങ്കടവും അവൻ വണ്ടി കയറാനുള്ള ബുദ്ധിമുട്ടും അവനെ പിടിക്കാനും മയക്കുവടി വെച്ച് 3 പ്രാവശ്യം വെച്ച് 3ാമത്തെ പ്രാവശ്യമാണ് അവൻ ഒതുങ്ങിയത്. ആ 3 പ്രാവശ്യം മയക്കുപടി വെക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ നോക്കിക്കൊണ്ട് കണ്ണുനീരിട്ട് കരയുമായിരുന്നു. എന്തായാലും ഈ വേദന തന്നെയാണ് തോമസ് ഏട്ടൻ പറയുന്നത്. ആനയുടെ അക്രമത്തിന് ഇരയായിരുന്നു എന്നുള്ളത്. അത് അരിക്കൊമ്പന്റെ അല്ല, മറ്റൊരു ആനയുടെ അക്രമത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ പോലും ഈയൊരു വേദന അവസാനിക്കുന്നില്ല എന്നാണ് തോമസ് ഏട്ടൻ പറയുന്നത്. ചെറിയൊരു ഷെഡിലാണ് ആ വീട്. അതിനു പകരം ഒരു നല്ല വീട്, അടച്ചുറപ്പുള്ള വീട് സർക്കാർ തന്നാൽ ഇത്തരം അക്രമങ്ങളെങ്കിലും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വേദന, കണ്ണുനീർ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ചിന്നക്കനാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്. അരിക്കൊമ്പൻ ദൌത്യം നടന്ന സ്ഥലം ഇന്ന് സഞ്ചാരികൾക്ക് കൌതുക കേന്ദ്രം കൂടിയാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ ഇന്നലെ ഇവിടെ പൊതുജനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെയാണ് ദൌത്യ കേന്ദ്രത്തിൽ കാഴ്ചക്കാർ എത്തിയത്. ഇന്നലെ അരിക്കൊമ്പൻ ദൌത്യം എല്ലാവരും ടിവിയിലൂടെ കണ്ടിട്ടുണ്ടാവും. അവിടെ വളരെ ദൂരെ നിന്നാണ് നമ്മളും ഇത് റിപ്പോർട്ട് ചെയ്തത്. ആ സ്ഥലത്താണ്, അരിക്കൊമ്പൻ ദൌത്യം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ആനയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സ്ഥലം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നു. കാരണം ഈ ദൌത്യം നടന്ന ടിവിയിലൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ആളുകളൊക്കെ ഈ സ്ഥലം കാണാൻ വരുന്നുണ്ട്. ഈ സ്ഥലവും എല്ലാം കുങ്കിയാനയൊക്കെ ഒന്ന് കാണാൻ വന്നായിരിക്കും അല്ലേ? ഈ സ്ഥലം ചിന്നക്കനാൽ പഞ്ചായത്ത് വിലക്കിലുള്ള സ്ഥലം. ഇത് സ്ഥലം ഇത് ഇടം വേട്ടുവാന്തേരി പറഞ്ഞ ഇടം. ഇവിടെ ഇത് കണ്ടിരുന്നോ? ടിവിയിലൊക്കെ കണ്ടിരുന്നോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലം ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ അരിക്കൊമ്പനെ മയക്ക ഊശി പോട്ട് ഇങ്ങനെ തന്നെ പിടിച്ചത്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഇത് ഇടത്തെ കാണാൻ വന്നത്. ഈ തള കൊമ്മിക്കാൻ ആളെണ്ണം കെട്ടി വിട്ടിருக்கு. അതെ കാണാൻ വന്നത്. എന്തായാലും ഇവിടെ ഈ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അത്തരമൊരു കേന്ദ്രം കൂടിയായി മാറുകയാണ് ഈ സ്ഥലം എന്നുള്ളത്. ഈ സ്ഥലത്തെക്കുറിച്ച് ഇതിന് തൊട്ടപ്പുറത്താണ് റോഡുള്ളത്. ആ റോഡിൽ നിന്നാണ് ആനയെ വാഹനത്തിൽ, അനിമൽ ആംബുലൻസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. മറ്റൊന്നുള്ളത് ഇവിടെയാണ്. ഈ സ്ഥലത്താണ് JCB ഈ റോഡുണ്ടാക്കുകയും നല്ല ഉറപ്പുള്ള സ്ഥലമാണ്. എന്തായാലും ഈ സ്ഥലത്ത് നിന്നാണ് ഈ കുഴി മൂടിയിരിക്കുന്നത് കാണാമല്ലോ. കിടങ്ങ് ഇവിടെ ഉണ്ടാക്കി ഇവിടെ തൊട്ടടുത്താണ് അരിക്കൊമ്പൻ നിന്നിരുന്നത് എന്നുള്ളതാണ് കൃത്യമായി എടുത്ത് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒന്നുകൂടി നമുക്ക് എത്രത്തോളം സൂം പോകാൻ കഴിയും എന്നറിയില്ല. മാധ്യമങ്ങളുടെ എല്ലാം ടെലിവിഷൻ ക്യാമറകളെല്ലാം ഉണ്ടായിരുന്നത് ആ മലയുടെ മുകളിലായിരുന്നു. ഇപ്പോൾ കാണുന്ന മലയുടെ മുകളിലായിരുന്നു. അവിടെ നിന്ന് അത്രയും സൂം ചെയ്താണ് ചാനലുകളെല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്.
ഇതേതാണ്ട് ഒരു പുൽമേടാണ്. ഇവിടെയാണ് അവസാനം അരിക്കൊമ്പൻ വന്ന് നിന്നത്. തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്ത് ഉള്ള സ്ഥലത്തേക്കായിരുന്നു ആദ്യം അരിക്കൊമ്പൻ വെടിയേറ്റ് നിന്നിരുന്നത്. അവിടെ നിന്നാണ് ഏതാണ്ട് 100 മീറ്റർ, നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കണ്ടു പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഒരു 100 മീറ്റർ ഈ പുറത്തേക്ക് അരിക്കൊമ്പൻ പതുക്കെ ചലിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മലകളിൽ ഇന്ന് രാവിലെയും ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആനക്കൂട്ടങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഈ ദൗത്യം പൂർത്തിയാകുമ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു പരിധിവരെ അരിക്കൊമ്പനെ പിടിച്ചൊരു ഇടമായി മാറുന്നു എന്നുള്ളതാണ് രാവിലത്തെ കാഴ്ചകൾ. ഇന്ന് രാവിലെ തൊട്ടുള്ള കാഴ്ചകൾ ആളുകളൊക്കെയും ഇപ്പോഴും വന്നിങ്ങനെ നോക്കി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല കുങ്കിയാനകളുണ്ട്. കുങ്കിയാനകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി കുങ്കിയാനകളെ കൂടി കാണുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു ദൗത്യം. എന്തായാലും ദൗത്യമല്ല, അവരുടെ ഒരു അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് അവരൊക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നത്. എന്തായാലും അരിക്കൊമ്പൻ ഇവിടെ നിന്ന് പോയാൽ പോലും അരിക്കൊമ്പന്റെ ഓർമ്മകളും അരിക്കൊമ്പനെ കുറിച്ചുള്ള ചർച്ചകളും ചിന്നക്കനാലിൽ ഇപ്പോഴും തുടരുകയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. താമരശ്ശേരി ചുരത്തിനോട് ചേർന്നുള്ള ചിപ്പിലത്തോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വീട്ടുമുറ്റത്തെത്തുന്നതിനാൽ നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. വൈകിട്ടോടെ ജനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനക്കൂട്ടം വ്യാപക നാശം വരുത്തിയാണ് കാട് കയറുന്നത്. കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. താമരശ്ശേരി 1-ാം വളവിന് സമീപത്തുള്ള ചിപ്പിലത്തോട് പ്രദേശത്ത് ദേശീയപാതയോരത്തെത്തിയ കാട്ടാനക്കൂട്ടമാണിത്. നേരത്തെ വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിലെത്തി നാശം വിതച്ചിരുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലാണ് തമ്പടിക്കുന്നത്. വൈകിട്ടോടെ 6-ലധികം വരുന്ന കാട്ടാനകൾ ചിപ്പിലത്തോട് പ്രദേശത്തെത്തും. സന്ധ്യ മയങ്ങിയാൽ വീടുകൾക്കരികിൽ പോലും എത്തുന്ന കാട്ടാനക്കൂട്ടം വലിയ നാശമാണ് വിതയ്ക്കുന്നത്. രാത്രി ഒരു 12 മണിയായപ്പം ഈ അടുത്ത വീടിന്റെ മുന്നിൽ നിന്നാണ്, അവിടെ ആളില്ല, അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങ് വരുവേ. അപ്പോൾ ഇവിടുന്ന് വലിയ ഒച്ച കേട്ടോണ്ട് ഞങ്ങളേറ്റ് ടോർച്ച് അടിച്ചപ്പോഴാണ് മുകളിലോട്ട് പോയത്. അപ്പോഴത്തേക്ക് ഈ വാഴയും തകർത്തു ഇവിടുന്ന് കയറി ഇവിടുന്ന് ഇറങ്ങി വേഗം ഓടുപോയത്. ഇപ്പൊ 3 ദിവസമായി ഇവിടെ സ്ഥിരമുണ്ട്. റോഡരികിലെ വീട്ടുമുറ്റത്തെത്തി വാഴകൾ നശിപ്പിക്കുകയും വീട്ടുമുറ്റത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് തകർക്കുകയും ചെയ്തു. ബൈക്ക് യാത്രക്കാരനാണ് റോഡിൽ നിന്ന് വാഴ നശിപ്പിക്കുന്ന ആനക്കൂട്ടത്തെ കണ്ടത്. ആളുകൾ ബഹളം വെച്ചതോടെ തൊട്ടടുത്ത കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ ആനക്കൂട്ടം തെങ്ങ്, വാഴ തുടങ്ങിയവയെല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മിനിഞ്ഞാന്ന് മുകളിലൊരു 100-150 വാഴയോളം രാത്രിയിൽ കളഞ്ഞു, കൃഷിഭൂമി നശിപ്പിച്ചിട്ടുണ്ട്. ആർആർടിക്കാരും വരും, ഫോറസ്റ്റുകാരും വരും. ഞങ്ങളെല്ലാവരും കൂടി രാത്രി പടക്കം പൊട്ടിച്ചും തീ കത്തിച്ചും നിങ്ങൾ കയറ്റുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ആന കയറി പോകുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ജീവിക്കുന്ന കാര്യത്തിൽ. കൃഷിയിടത്തിനോട് ചേർന്നുള്ള തോട്ടിലിറങ്ങി വെള്ളം കുടിച്ചാണ് കാട്ടാനക്കൂട്ടം മടങ്ങിയത്. വെള്ളം കണ്ടെത്തിയതിനാൽ കാട്ടാനകൾ ഇനി ഇവിടം വിട്ടു പോകില്ലെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. ഏറെക്കാലമായി കാട്ടാനയുടെ ഭീതിയിലാണ് ചിപ്പിലിത്തോട് പ്രദേശം. എന്നാൽ ഇപ്പോൾ ഇവ റോഡിലേക്കും വീടുകളിലേക്കും എത്തുന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് ഇവിടത്തുകാർ. 2 കുട്ടിയാനകളും 4 വലിയ ആനകളുമാണ് പ്രദേശത്തുള്ളത്. കാട്ടിൽ കടുവയുള്ളതിനാലും ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിനാലുമാണ് ആനകൾ നാട്ടിൽ തമ്പടിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കാട്ടിൽ ആനകൾക്ക് കുടിവെള്ളം ലഭിക്കാനുള്ള സംവിധാനമൊരുക്കിയാൽ ഇവ കാട്ടിൽ തന്നെ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കരടി കിണറ്റിൽ വീണ് ചത്ത തിരുവനന്തപുരം വെള്ളനാട് വീണ്ടും കരടിപ്പേടി. കരടിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും വനം വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കരടി കിണറ്റിൽ വീണ് ചത്ത കണ്ണമ്പള്ളിക്ക് സമീപമാണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം സംശയിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് ചെറിയകുണ്ണി സ്വദേശി പ്രമോദിന്റെ വീട്ടിലെ കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ് പ്രമോദും കുടുംബവും വെള്ളിയാഴ്ച രാവിലെ കണ്ടത്. ഒപ്പം ഭീതി ഉണർത്തുന്ന കാൽപ്പാടും. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ടെത്തിയത് കരടിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ എന്ന വാദം വനംവകുപ്പ് തള്ളുന്നില്ല. 2 ആഴ്ച മുൻപ് കരടി കിണറ്റിൽ വീണ് ചത്ത കണ്ണമ്പള്ളിക്ക് സമീപമാണ് ഇതും നടന്നത്. കരടി ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല എന്നും ഇനിയും കരടിയെ കണ്ടേക്കാം എന്നും വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രമോദ് മാത്രമല്ല മറ്റു പലരും ഈ ജീവിയെ കണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നീണ്ട മുഖം, ഒരു പട്ടിയേക്കാൾ ശകലമുള്ള വലിപ്പമുള്ള ജന്തുവിനെയാണ് കണ്ടത്. പിന്നെ ഇനം എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ കണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കരടി എന്ന് പറയുന്നു, ഇനി പുലിയല്ല, ഇനി വേറുള്ള വന്യജീവികളെല്ലാം തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ ഭയപ്പാട്ടിലാണ് ജീവിക്കുന്നത്. ഇവിടെ നിന്നും കോട്ടൂർ വനം 21-22 കിലോമീറ്റർ പോയാലാണ് കോട്ടൂർ വനമുള്ളത്. അപ്പോൾ ഇവിടെ വനവാസമല്ല. കുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ ഇറക്കാറില്ല. ഞങ്ങളിപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ്, അതായത് ഒരു 7 മണിക്ക് മുമ്പ് വരെ ഞങ്ങൾ വീട്ടിനകത്ത് അടഞ്ഞാണ് ഞങ്ങൾ വീട്ടിനകത്താണ് ഇരിക്കുന്നത്. പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്ത് രാത്രിയും പരിശോധന തുടരുന്നുണ്ട്. ജീവിയുടെ സാന്നിധ്യം സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ട്രാപ്പിംഗ് ക്യാമറ സ്ഥാപിക്കും.
കൂടും സ്ഥാപിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ കഞ്ചാവ് കേസിൽ SI ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ആലുവ തട്ടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജനും മകനും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. മെയ് 31-ന് വിരമിക്കാനിരിക്കെയാണ് അറസ്റ്റ്. ട്രെയിനിൽ കൊണ്ടുവന്ന 28 കിലോ കഞ്ചാവ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയിരുന്നു. കേസിൽ ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജൻ, മകൻ നവീൻ, അറക്കപ്പടി സ്വദേശി ആൻസ്, പെരുമ്പാവൂർ സ്വദേശി ബേസിൽ തോമസ് എന്നിവരെയാണ് പിടികൂടിയത്. കഞ്ചാവ് കൊണ്ടുവന്ന ഒഡീഷ സ്വദേശികളായ രജനീകാന്ത് മാലിക്, ചക്തോൽ പ്രധാൻ, ശർമാനന്ദ് പ്രധാൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നവീന് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. സംഭവശേഷം വിദേശത്ത് കടന്ന നവീനെ തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയാണെന്നറിഞ്ഞിട്ടും മകനെ സംരക്ഷിക്കുകയും വിദേശത്ത് കടക്കാൻ സഹായിക്കുകയും ചെയ്തതിനാണ് സാജനെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് സംഘവുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഒളിത്താവളങ്ങളും വാഹനവും ഒരുക്കി നൽകിയതിനുമാണ് ആൻസ്, ബേസിൽ തോമസ് എന്നിവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് വാഹനങ്ങളും മൊബൈൽ ഫോണുകളും പണവും കണ്ടെടുത്തിട്ടുണ്ട്. റൂറൽ ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ട്രെയിനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. സഹകരണ വകുപ്പിന്റെ പുരസ്കാരം ന്യൂസ് 18. എക്സ്പോയിലെ സമഗ്ര കവറേജിനുള്ള പ്രത്യേക പുരസ്കാരമാണ് സ്വന്തമാക്കിയത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ പുരസ്കാരം സമ്മാനിച്ചു. വാർത്തകളിലേക്ക്. വിവാദമായ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷതയുടെ ഭൂമികയായ കേരളത്തെ മതതീവ്രവാദത്തിന്റെ കേന്ദ്രസ്ഥാനമായി പ്രതിഷ്ഠിക്കുന്നത് വഴി സംഘപരിവാർ പ്രചരണം ഏറ്റുപിടിക്കുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന വിവിധ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വരെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ആരോപണങ്ങളെ പ്രമേയമാക്കിയത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ്. ലവ് ജിഹാദ് എന്ന ഒന്നില്ല എന്നാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും ഇപ്പോഴും കേന്ദ്രമന്ത്രിയുമായ G. കിഷൻ റെഡ്ഡി പാർലമെന്റിൽ മറുപടി നൽകിയത്. വർഗീയ വിഭാഗീയ നീക്കങ്ങളെ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.